ഇതെൻ്റെ ആദ്യത്തെ ലൈവ് സ്ട്രീമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആണ് എനിക്ക് ഇതിൻ്റെ ഐഡിയ തോന്നിയത്. സോ ടുഡേ മോർണിംഗ് I thought I will just record a video in which how I go from ഒരു പുതിയ ചാപ്റ്ററിന് തുടക്കം തൊട്ട് PDF-ലുള്ള സോഴ്സ് മെറ്റീരിയലിൽ നിന്ന് ഞാൻ നോട്ട്സ് ഉണ്ടാക്കി എങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എങ്ങനെ പഠിക്കുന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. ആൻഡ് ഐ ഈവൻ ക്യാപ്ചർഡ് ദി video recording. What happened was that I forgot to plug in the mic, and because of that there was no commentary, and I think without the commentary it is pretty much useless. Yeah, what things happen, it's here we are. അപ്പോൾ ഇതുവരെ ഞാൻ എന്താ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം, ഒരു ബ്രീഫ് സമ്മറി. സോ ഏറ്റവും ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഏത് മെറ്റീരിയലാണ് പഠിക്കുന്നത് നോക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള സോഴ്സ് എടുത്തിട്ട് ഐ വിൽ ആക്റ്റീവ്ലി റീഡ് ഇറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഇൻ ആക്റ്റീവ് റീഡിങ്? Active reading എന്ന് പറയുമ്പോൾ what I do is that I'll take the PDF, and as I'm reading it I'll use the highlighter function of Adobe Acrobat. In case you don't know, Control K അടിച്ചു കഴിഞ്ഞാൽ Adobe Acrobat സെറ്റിങ്സ് കിട്ടും. സെറ്റിങ്സിൽ പോയിട്ട് യു ക്യാൻ യൂസ് സിംഗിൾ കീ ആക്സിലറേറ്റർ ടു ആക്സസ് ടൂൾസ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഹോട്ട് കീസ് വരും. ആൻഡ് എനിക്കിഷ്ടമുള്ള യു അടിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഹൈലൈറ്റർ മോഡ് ഓൺ ആവും. എന്നിട്ട് ആസ് ഐ എം റീഡിങ് ത്രൂ ഐ highlight blocks of information. Basically I try to skip pronouns, this, that, him, her, അതൊക്കെ സ്കിപ്പ് ചെയ്യും. ആൻഡ് കണക്റ്റിംഗ് സെൻറ്റൻസസ് ഹൗവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് ഐ വിൽ ഹൈലൈറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഒരു സിംഗിൾ ബ്ലോക്ക് ഓഫ് ഹൈലൈറ്റിലുള്ള കാര്യങ്ങളൊക്കെ അതേ ഫോം ആൻ ആറ്റം, അങ്ങനത്തെ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, once I am through, അതിൻ്റെ കൂടെ വേറെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. one thing that I do is that some paragraphs are like ഈ കുറച്ച് നീളമുള്ള സെൻറ്റൻസസ് ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഐ വിൽ എൻ്റെ ഭാഷയിൽ ഐ വിൽ റീസ്ട്രക്ചർ ദ സെൻറ്റൻസസ്. സി അങ്ങനെ എഴുതി പോകും. ദിസ് കംസ് ഇവിടെയല്ല വരുന്നത്, ഇതെവിടെ വരുന്നത്, അങ്ങനെ എഴുതി പോകും. ആൻഡ് അഗൈൻ വൈ ആം ഐ ഡൂയിങ് ദിസ്? ദാറ്റ് ഈസ് ഓൾസോ വൺ ഫോം ഓഫ് active engagement with the material. Just a second, let me check if other people can see this thing. Okay, ആരും കാണുന്നില്ലെന്ന് തോന്നുന്നു. But then again I have my settings turned to unlisted. I don't want other people seeing this. Oh, no problem. Okay, and yeah, എവിടെ പറഞ്ഞു നിർത്തിയേ? ഞാൻ മാർക്ക് ചെയ്തു പോകും, ഹൈലൈറ്റ് ചെയ്തു പോകും. അങ്ങനെ ഈച്ച് ഹൈലൈറ്റ് ഈസ് ആൻ അറ്റോമിക് നോട്ട്, ആൻഡ് ഐ വിൽ എൻഗേജ് വിത്ത് ദ കണ്ടൻറ്റ്, ആൻഡ് ഐ വിൽ റൈറ്റ് ഡൗൺ മൈ കമൻറ്റ്സ് ഹിയർ ഓഫ് തോട്ട്സ് ഐ ഹാവ് അബൌട്ട് വാട്ട് ദീസ് തിങ്കേഴ്സ് ആർ സീയിങ്, ആൻഡ് അങ്ങനെ ചെയ്തു പോകും. ആൻഡ് സം ഓഫ് ദീസ് ആർ ലൈക്ക് കുറേയൊക്കെ എക്സാമ്പിൾസ് ഒക്കെയാണ്. അപ്പം എക്സാമ്പിൾസും അതൊക്കെ ഒറ്റ ലാർജ് ചങ്ക്സ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തു. നോ, ഈ ഹൈലൈറ്റ് ഇത് for anybody who is just reading this PDF, the highlighted PDF, it won't make any sense at all. Karanam I'm doing something else with the highlighting tool. I'm not exactly highlighting, let's say I'm selectively capturing. That's what I'm doing. അങ്ങനെ ചെയ്ത് I'll complete one pass. ഇമ്പോർട്ടൻസ് ഇപ്പം ഈ സെൻറ്റൻസിൽ നിന്ന് ആവശ്യത്തിന് ഈ സെൻറ്റൻസ് കുറച്ച് കടികെട്ടി സെൻറ്റൻസ് ഒക്കെ വരുന്നിടത്താണ് മാത്രമാണ് ഞാൻ സെലക്റ്റീവായിട്ട് റീസ്ട്രക്ചർഡ് ആൻഡ് taken these sticky note thingies. Interesting, 2 people are watching. ആരൊക്കെയാണെന്തോ? ഹൈ മിസ്റ്റർ നന്ദകുമാർ നാരായണൻ. ഇതാരാണ് മിസ്റ്റർ നന്ദകുമാർ നാരായണൻ? ഓ ഓക്കെ, ഹായ് നന്ദകുമാർ നാരായണൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ once that is done I will
head over, I'll save it and then I'll head over to Zotero. Now, Zotero is a very useful tool that everybody who is interested in pursuing research should have. ബേസിക്കലി അതിനകത്ത് PDF നമുക്ക് മാനേജ് ചെയ്യാം, അനോട്ടേഷൻസ് മാനേജ് ചെയ്യാം, അങ്ങനെ പലതും ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഐ എം എക്സ്ട്രാക്ടിങ് മൈ അനോട്ടേഷൻസ്. ദർ ഇസ് എ ടൂൾ ടു എക്സ്ട്രാക്ട് യുവർ അനോട്ടേഷൻസ്. അപ്പം അനോട്ടേഷൻസ് ആയിട്ട് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ദെൻ ഐ ഗോ ഓവർ ടു ഒബ്സിഡിയൻ. അവിടെ ചെയ്യുന്നത് ഐ വിൽ ക്രിയേറ്റ് എ ഫോൾഡർ സ്പെസിഫിക്കലി ഫോർ ഈ ചാപ്റ്റർ, വിച്ച് ഇസ് ലോജിക്കൽ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ I will create a folder for that, and ആ ഫോൾഡറിനകത്ത് I'll create a single empty node called logical positivism MOC. MOC stands for map of content. അപ്പോൾ and then what I do is that Zotero extract ചെയ്ത annotations ഞാൻ മൊത്തം ഇതിനകത്തേക്ക് കോപ്പി ചെയ്തിടും ആസ് ബുള്ളറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അതാകുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നൗ ബിഫോർ സ്റ്റാർട്ടിങ് ദ സെക്കൻഡ് സ്റ്റെപ്പ് കുറച്ച് കൺഫിഗറേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ഗ്രാഫ്യൂ എടുത്തിട്ട് അതിൽ പിൻ ഇറ്റ് ഹിയർ. ഞാൻ ഇവിടെ വന്നിട്ട് ഇത് വയ്ക്കുമ്പോഴത്തേക്ക് ഇത് പിന്നെയും, സോ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ബിറ്റ്വീൻ ദ ഗ്രാഫ്യൂ. ഓക്കെ, ആൻഡ് വേറെ കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൽ കോൺഫിഗർ ദ പാത്ത് ഒരു ഇത് കൊടുക്കും, ഒരു ഫിൽറ്റർ കൊടുക്കും, പാത്ത്, സോ ദാറ്റ് only the nodes created inside the graph inside this particular folder will be visible in the graph view. അതിനു വേണ്ടിയും കൂടെ ഒരു സെറ്റിംഗ് ചെയ്യേണ്ടിയിരിക്കുന്നു, വിച്ച് ഇസ് Alt I ഞെക്കിയിട്ട് ഫയലിൽ പോയിട്ട് ഡിഫോൾട്ട് ലൊക്കേഷൻ ഫോർ ന്യൂ നോട്ട്സ് ഞാൻ സെയിം ഫോൾഡർ ആസ് കറണ്ട് ഫയൽ കൊടുക്കും. അതാകുമ്പോഴത്തേക്കും എനി നോട്ട് വിച്ച് ഐ ക്രിയേറ്റ് ഡ്യൂറിങ് ദിസ് പർട്ടിക്കുലർ സെഷൻ, അത് ഇറ്റ് വിൽ ഓൾ ഗെറ്റ് ക്രിയേറ്റഡ് ഇൻസൈഡ് ദ ഫോൾഡർ ഓഫ് മൈ ചോയ്സ്. ആൻഡ് ഓഫ് കോഴ്സ് ഐ ഹാവ് ടു റിമെമ്പർ ടു ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് മാറ്റേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ തിങ്സ് ക്യാൻ ഗെറ്റ് മെസ്സി. ഓക്കെ, അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ പാത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ വ്യൂ ജസ്റ്റ് ദി നോട്ട്സ് വിച്ച് ആർ റെലവൻറ്റ് ടു മീ. ആൻഡ് ഇവിടെ ഒരു -MOC കൊടുത്തിട്ടുണ്ട്, കാരണം അതില്ലെങ്കിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ക്ലട്ടർ. ഐ ഷോ യു. ഞാനത് മാറ്റിയെന്ന് വെച്ചോ. അപ്പോൾ തിങ്സ് ആർ മോർ ക്ലട്ടർഡ് ബിക്കോസ് ഈ ലോജിക്കൽ പോസിറ്റീവ്സ് MOC എന്ന് പറഞ്ഞ നോട്ട് which is connected, which will get connected to everything else. അപ്പോൾ അതിൻ്റെ തൽക്കാലത്തേക്ക് അതിന് ആവശ്യമില്ല. അപ്പം ഞാനത് വിട്ടേക്കാം, MOC കൊടുത്തു. ഓക്കെ, നോ വാട്ട് ഡു ഐ ഡു വിത്ത് ഈ MOC കാണിച്ചു തരാം. MOC ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട്സ് എക്സ്ട്രാക്ട് ചെയ്തിട്ടിട്ടുണ്ട്, ഈ അനോട്ടേഷൻസ്. ഐ വിൽ റീഡ് ഇറ്റ് അഗൈൻ ആൻഡ് ഐ വിൽ ട്രൈ ടു again engage with the text. What do I mean by that? ഏറ്റവും ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു തവണ വായിച്ച ഓർമ്മയുണ്ടല്ലോ, അത് വെച്ചിട്ട് ഈ സെക്കൻഡ് പാസ് പോകാൻ നേരത്ത് ഐ ട്രൈ ടു റീകളക്ട് വിച്ച് ആർ ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് ടേംസ് ദാറ്റ് ഐ എൻകൗണ്ടർ. അപ്പം ഒരെണ്ണം ഇസ് ഓബ്വിയസ്ലി ലോജിക്കൽ പോസിറ്റിവിസം എന്നുള്ളത്. അപ്പം ഷുവർലി ഐ വിൽ ഹാവ് ടു, ദാറ്റ് ഇസ് ആൻ അറ്റോമിക് കോൺസെപ്റ്റ് അല്ലേ ഇതിനകത്തുള്ള ലോജിക്കൽ പോസിറ്റിവിസം. സോ ടു ക്വിക്ക്ലി ക്രിയേറ്റ് links, what I do is I'll hit the find option. അത് ഞാൻ ഇതിനകത്ത് Ctrl+H ആണ്, അത് ഇട്ടിട്ട് I will find all examples of all occasions where logical positivism is present, and I will change it to wikilink logical positivism. ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആകുമ്പോഴത്തേക്കും all those occurrences will become links. അതുകൂടാതെ ഇതിൻ്റെ ലോക്കൽ ഗ്രാഫ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ലോജിക്കൽ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞ ലിങ്ക് വരും. ഓക്കെ, ദിസ് ഇസ് ദ MOC. ഇത് വേറെ ഇവിടെ ഓ മൈ ഗോഡ്, ദി ഡിസ്പ്ലേനകത്ത് ടെക്സ്റ്റ് ഫീഡ് ത്രെഷോൾഡ് മിനിമം, നോട്ട് സൈസ് ഓക്കെ, ആൻഡ് ലിങ്ക് തിക്നെസ് ഓക്കെ, ആരോസ് എനിക്ക് വേണം, ആൻഡ് ഫോഴ്സസ് മിനിമം എല്ലാം ആക്കിക്കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ അതിനെ കുണുങ്ങി നടക്കത്തില്ല. ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം, കുറച്ചുകൂടെ വിസിബിളാകും. അപ്പം ലോജിക്കൽ പോസിറ്റീവ് ഇസ് റിപ്പീറ്റിംഗ് കോൺസെപ്റ്റ്, അതുകൊണ്ട് ഇതേ ഇരിക്കുന്നു. അപ്പോൾ അത് ലിങ്ക് ഞാൻ
അങ്ങനെ കുറേ റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന കുറേ ടേംസ് ഉണ്ടല്ലോ. ഇപ്പം ഫോർ എക്സാമ്പിൾ മെറ്റാഫിസിക്സ്, അത് അപ്പം അതിൻ്റെ ഒക്കേഷൻസ്, അത് വരുന്ന ഒക്കറൻസസ് എല്ലാം ഞാൻ മെറ്റാഫിസിക്സ് വിക്കി ലിങ്ക് ആക്കും. ഇപ്പോൾ വിറ്റ്ഗൻസിയൻ അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ചെയ്തതിന് ശേഷം ഞാൻ ലിങ്ക് ചെയ്തു. നോ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാര്യം, ദീസ് ആർ തിങ്സ് ദാറ്റ് വുഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് മൈ സ്റ്റഡി അല്ലെങ്കിൽ റീഡിങ് പ്രോസസ്സ്. ഓക്കെ ഓക്കെ ഹെർബ് ഓക്കെ. അപ്പോൾ അങ്ങനെ ചെയ്തു. ഈ ഞാൻ ഇടയ്ക്ക് ഓക്കെ എന്ന് സ്റ്റക്കാവുന്നതല്ല ഇത്. ഐ എം യൂസിങ്, ഞാൻ യൂട്യൂബ് എൻ്റെ ഫോണിനകത്ത് വേറൊരു അക്കൗണ്ട് വഴി എടുത്തിട്ട് ഐ എം ട്രൈങ് ടു റീഡ് ദ കമൻറ്റ്സ്. യാ, ഹായ് നന്ദു, ഹായ് ശക്തി. I am a fan of you. I am also a fan of you, Nandu. I'm a big fan of you. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അതായത് ഐ എം യൂസിങ് ദി ഫൈൻഡ് ആൻഡ് റിപ്ലേസ് വിത്ത് ഐ വിൽ turn relevant recurring terms into wiki links. Next step is to, while reading the bullet points വായിച്ചു പോകെ, I'll try to isolate atomic concepts. For example, എന്താണ് ലോജിക്കൽ പോസിറ്റിവിസം എന്നുള്ളത്? It's an atomic concept. It probably needs like 3 lines to explain. എന്താ ലോജിക്കൽ പോസിറ്റിവിസം? It's a school of thought. It has a few people which are associated with it, and it will have some basic tenets. ഈ 3 ഐഡിയാസേ കാണത്തുള്ളൂ, ബാക്കിയെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ് ഐഡിയാസാണ്. അപ്പോൾ അത് ഞാനൊരു സിംഗിൾ നോട്ടാക്കാം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹോട്ട് കീസ് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഉദാഹരണം, ഇപ്പം if I press, let me try, okay. If I hit number lock എന്ന് പറഞ്ഞ കീ ഞാൻ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ, ആഫ്റ്റർ സെലക്ടിങ് എ ടെക്സ്റ്റ്, it will quickly turn that text into a link. Okay, and if I am hitting my number key minus sign, ആ ലിങ്കിനകത്ത് കയറും. ആൻഡ് ഞാൻ നമ്പർ കീ മൈനസ് സൈൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന സ്ലാഷും സ്റ്റാറും ഉണ്ടല്ലോ, ദാറ്റ് ഹാസ് ബീൻ പ്രോഗ്രാം ടു നാവിഗേറ്റ് അക്രോസ് ലിങ്ക്സ്. ഇത് വേണ്ട, ഈ പേജ് ഞാൻ അബദ്ധത്തിൽ ക്രിയേറ്റ് ചെയ്തതാണ്, അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇറ്റ് വിൽ കൺഫ്യൂസ്. ഇത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഐ വിൽ ക്രിയേറ്റ് ഷോർട്ടർ സിംപ്ലർ നോട്ട്സ്. അപ്പം ലെറ്റ്സ് ടേക്ക് എ ചെക്ക്. എലിമിനേഷൻ ഓഫ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് എന്താ? ഓക്കെ, ഇവർ രണ്ടുപേർക്കും ദി ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞ ആ സ്കൂൾ ഓഫ് തോട്ടിനകത്തുള്ള തിങ്കേഴ്സ്, ദേ വർ വെൽഹമെൻലി ഫൈറ്റിംഗ് എഗൻസ്റ്റ് മെറ്റാഫിസിക്സ്. ദേ തോട്ട് ഇറ്റ് വാസ് ബുൾഷിറ്റ്. അപ്പോൾ അത് ഞാനത് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഞാൻ പലപ്പോഴും ഞാൻ തിരുത്തി എഴുതും, എൻ്റെ സ്വന്തം ഭാഷയിലാണ് തിരുത്തി എഴുതുന്നത്. ആൻഡ് അനദർ തിങ് ദാറ്റ് ഐ കീപ്പ് ഇൻ മൈൻഡ് വിൽ ഡൂയിങ് ഇറ്റ് ഇസ് ദാറ്റ് ഐ ട്രൈ ടു നെസ്റ്റ് കോൺസെപ്റ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇവിടെ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞ ലിങ്കിൻ്റെ സ്രോതസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ലോജിക്കൽ പോസിറ്റിവിസം മെറ്റാഫിസിക്സ്, നോട്ട് ദി മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞ ഡിഫോൾട്ട് ഒരു പേജ് ഉണ്ട്, അതല്ല, നോട്ട് ദിസ് പേജ്, ഇറ്റ്സ് അനദർ പേജ്. വൈ? ബിക്കോസ് ദാറ്റ് ഈസ് എ ഡിപ്പെൻഡൻസി. ഈ കോൺസെപ്റ്റ്, ഈ പേജ് മനസ്സിലാക്കണമെങ്കിൽ യു നീഡ് ടു know this concept. You need to be familiar and you need to have this concept in memory. അപ്പോൾ ഇതിങ്ങനെ നോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ when I am rereading at a later point of time, I only need to read ideas which are dependencies. Now this is a dependency and I call it reading only the dependencies, which makes your revision process way faster. Now something that is interesting which happens during the entire process, അതായത് നമ്മൾ ഈ MOCക്കകത്ത് ഈ ഐഡിയാസ് അറ്റോമൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും യു ക്യാൻ ആക്ച്വലി സീ ദി ഗ്രാഫ് യു ഗ്രോ, ഇങ്ങനെ പയ്യെ കണക്ഷൻസ് ഉണ്ടായി പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളത്, അപ്പം നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന രീതിയിൽ ഒബ്സിഡിയനകത്ത് വായിക്കാൻ പാടില്ല. ഓൾറൈറ്റ്, പുസ്തകത്തിനകത്ത് വായിക്കുന്ന രീതിയിൽ ഒബ്സിഡിയനകത്ത് വായിക്കാൻ പാടില്ല. ഇൻട്രസ്റ്റിംഗ്, 4 പേര് കാണുന്നുണ്ടെന്ന്. ഒരെണ്ണം ഞാനാണ്, എൻ്റെ ഓൾട്ടർ അക്കൗണ്ട്, ഒരെണ്ണം നന്ദകുമാർ, ഒരെണ്ണം ശക്തിദാസ്. ഹൂ ഈസ് ദ 4th person? I'm not sure. Okay, so that's another thing that I do. ഞാൻ കോൺസെപ്റ്റ്സ് നെസ്റ്റ് ചെയ്ത് പോകാൻ നോക്കും. ആൻഡ് while doing all that, I am keeping an eye on the graph view, because like I said earlier,
യു ഹാവ് ടു ചേഞ്ച് ദ വേ ഇൻ വിച്ച് യു റീഡ്. എങ്ങനെ ഗ്രാഫ് വ്യൂ വായിക്കുന്നത്, അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സജ്ജീകരിക്കാനുണ്ട്. ഇപ്പോൾ ഒബ്സിഡിയന് ചെറിയൊരു ഒരു 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 ശരിക്കേടുണ്ട് എനിക്ക്, തെറ്റാന്ന് പറയുന്നില്ല, ശരിക്കേട്. കാരണം ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഈ പാത്തിനകത്തുള്ള ഫോൾഡറും നോട്ട്സ് മാത്രം കാണാൻ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഐ എം ലൂസിങ് ഔട്ട് ഓൺ ദ റെലവൻറ്റ് ഹാഷ് ടാഗ്സ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ആൻഡ് ഓൾസോ ഓൺ എം ടി നോട്ട്സ്. എം ടി നോട്ട്സ് എന്ന് പറഞ്ഞ സാധനം ഇവർ ഒരു ഫോൾഡറിനകത്ത് ഒരു പാത്ത് കൊടുത്തിട്ടില്ല. എം ടി നോട്ട്സ് ജസ്റ്റ് ഹാവ് എ ഗ്ലോബൽ ഡെസിഗ്നേഷൻ ഐ സപ്പോസ്. അതുകൊണ്ടായിരിക്കാം കാണാൻ പറ്റത്തില്ല. ബട്ട് ഐ സപ്പോസ് ലോക്കൽ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുമായിരിക്കും. ഹൗ ഡു യു ആക്സസ് ദ ലോക്കൽ ഗ്രാഫ് ഓൾ ടു 5? ഓക്കെ, ദിസ് ഇസ് സംതിങ് വിച്ച് ഐ ഫൈൻഡ് വെരി അനോയിങ്. ഓരോ തവണയും നമ്മൾ സെറ്റിംഗ് റീസെറ്റ് ചെയ്യേണ്ടി വരും ലോക്കൽ ഗ്രാഫിനകത്ത്. ഐ ഹാവ് എ റിയലി ഫേവറേറ്റ് സെറ്റിംഗ്. അത് ഞാൻ എപ്പോഴും എന്തിനാണ് പിന്നെ മാറ്റേണ്ടിയിരുന്നത്. ഐ ലൈക്ക് ദി നോട്ട്സ് സ്മോളർ, ടെക്സ്റ്റ് ഫീഡർ ത്രെഷോൾഡ് ടു 0, ലിങ്ക് തിക്നെസ് ഒരു ആവറേജ്, ആൻഡ് ഫോഴ്സസ് ഐ വുഡ് പ്രിഫർ ഹാവിങ് ഇറ്റ് അറ്റ് 0. ആൻഡ് ലിങ്ക് ഡിസ്റ്റൻസ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കെല്ലാം ഐ ക്യാൻ വെയിറ്റ്, ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഹാവ് ഡ്രാഗ് തിങ്സ് അറൗണ്ട്. സി വിച്ച് ഈസ് വെരി യൂസ്ഫുൾ ഫോർ മൈ എൻഗേജ്മെൻറ്റ് പ്രോസസ്. അവസാനം വരുമ്പോൾ അതേ ഉള്ളൂ. ദാറ്റ് വിച്ച് വിൽ ഹെൽപ്പ് യു റിമെമ്പർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇസ് മാക്സിമം എൻഗേജ്മെൻറ്റ് വിത്ത് ദ ടെക്സ്റ്റ് അല്ലെങ്കിൽ സോഴ്സ് മെറ്റീരിയൽ. ഇതൊക്കെ അതിന് സഹായിക്കുന്ന ടൂൾസ് മാത്രമാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ചെയ്യണം. ഞാൻ യു മൈറ്റ് ഹവ് നോട്ടീസ്, ഞാൻ ഓരോ ഉണ്ടാക്കുന്ന നോട്ടിലും ഐ സെറ്റ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഡേറ്റ് will be stamped as the link of the day and the time. This will help you if you are using something like spaced repetition, about which I'll probably have to speak on another video. And ഇതിനകത്ത് കുറേ ആവശ്യമില്ലാത്ത കുറേ ലിങ്ക്സ് കയറി വന്നിട്ടുണ്ട്. ഒന്ന്, ഇന്നത്തെ ഡേറ്റ് എനിക്ക് വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഐ ഫിൽട്ടർ ഇറ്റ് ഔട്ട്. മൈനസ് പാത്ത്, ഡെയിലി നോട്ട്സ് വേണ്ട. ഓക്കെ, ആൻഡ് തൽക്കാലത്തേക്ക് ഗ്രാഫ് വ്യൂ ഞാൻ എൻ്റെ ഈ മെയിൻ ഗ്രാഫ് വ്യൂ ഐ എം ക്ലോസിങ് ഇറ്റ്. ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്. ഐ വിൽ ട്രൈ ടു യൂസ് ദിസ് വൺ. ഓക്കെ, ഹൗ ക്യാൻ ഐ റീഡ് ഇറ്റ്? ഹൗ ക്യാൻ ഐ റീഡ് ദ ഗ്രാഫ്? വളരെ സിമ്പിളാണ്. ആരോസിൻ്റെ ഡയറക്ഷൻ നോക്കുക. അത് കുറച്ച് പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ കാര്യം എളുപ്പം പറ്റും. ഓക്കെ, ആരോസിൻ്റെ ഡയറക്ഷൻ നോക്കുക. ആരോസിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് ഒരു നോഡ് എടുത്തിട്ട് അതിനകത്തോട്ട് വരുന്ന ആരോസ് നോക്കുക. ഓക്കെ, അതിനകത്തോട്ട് ആരോസ് വരുന്നുണ്ട് എന്നുള്ളതിന് നമുക്ക് രണ്ട് നിഗമനങ്ങളുണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഈ നോഡിനകത്ത് ദീസ് ഐഡിയാസ് ബീങ് റെഫേർഡ് അല്ലേ, ദാറ്റ് ഈസ് വാട്ട് മീൻസ് റൈറ്റ്. അപ്പോൾ അകത്തോട്ട് വരുന്ന ഐഡിയാസ് ഏതൊക്കെയാണ്? സൂം ഔട്ട് ചെയ്തിട്ട് സിന്തറ്റിക് പ്രൊപ്പോസിഷൻസിനകത്ത് ലോജിക്കൽ പോസിറ്റിവിസം, MOC ഉണ്ട്, അനലിറ്റിക്കൽ പ്രൊപ്പോസിഷൻസ് ഉണ്ട്. വാട്ട് എൽസ് ഇസ് ദെയർ? അനലിറ്റിക്കൽ ആൻഡ് സിന്തറ്റിക്കൽ പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ വാട്ട് ഡസ് ദിസ് ആക്ച്വലി മീൻ? ദിസ് മീൻസ് ദാറ്റ് ഈ 3 നോട്ട്സും ആർ റെഫറിങ് ടു ദിസ് നോട്ട് അല്ലേ? ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. ഈ 1, 2, 3, 4 നോട്ട്സ് ആർ റെഫറിങ് ടു ദിസ് നോട്ട് കോൾഡ് സിന്തറ്റിക് പ്രൊപ്പോസിഷൻ. അതിൻ്റെ അർത്ഥം is that in order to understand these 4 nodes, ഏതിൽ നിന്നാണോ ഇൻകമിങ് പോകുന്നത് അത് മനസ്സിലാവണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കോൺസെപ്റ്റ് അല്ലേ. ദിസ് ഈസ് എ ഡിപ്പെൻഡൻസി. ഇതിൽ ഡിപ്പെൻഡ് ചെയ്താലാണ് ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് വൺ വേ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രാഫ്. അപ്പോൾ വായിച്ചു പോകുമ്പോഴത്തേക്കും ഇപ്പം ഇഫ് യു വാണ്ട് ടു റിവൈസ് ദിസ് കോൺസെപ്റ്റ് യു ക്യാൻ യൂസ് ദി ഇപ്പം ഇതിൽ നിന്ന് പുറത്തോട്ട് ഏതിനകത്തോട്ടൊക്കെ ആരോ പോകുന്നു നോക്കാം. ഔട്ട് ഗോയിങ് മാത്രം, ഇൻകമിങ് നെയ്ബർഹുഡ് വേണ്ട, ഇൻകമിങ് ഓഫാക്കി. ഓക്കെ, സോ
അപ്പോൾ ഇത് നോക്കിയേ, ലോജിക്കൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞാൽ MOCക്കകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ ഔട്ട് ഗോയിങ് ആരോസിൻ്റെ സമ്മാണ് ഇത്. ലെറ്റ്സ് ടേക്ക് സംതിങ് എൽസ് വിച്ച് വിൽ മേക്ക് മോർ സെൻസ്. വേറെ ഏതെങ്കിലും ഇതെടുത്ത് നോക്കാം നമുക്ക്. ഞാൻ അനലിറ്റിക്കൽ പ്രൊപ്പോസിഷൻസ് എന്ന് പറയുന്ന സാധനം എടുക്കണം. ഓക്കെ. അനലിറ്റിക്കൽ പ്രൊപ്പോസിഷൻസിനകത്ത് എന്തൊക്കെ ലിങ്ക് ചെയ്തിട്ടുണ്ട് ആ 3 എണ്ണമാണ്. ആ 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോർട്ട് ഓഫ് ലൈക്ക് ദി ഔട്ട്ലൈൻ വ്യൂ. ഐ ഹാവ് ഫ്രണ്ട് ഹു യൂസസ് ദി ഔട്ട്ലൈൻ വ്യൂ വെരി ഫ്രീക്വൻ്റ്ലി. ഞാൻ ഹെഡിങ്സ് ഉപയോഗിക്കാറില്ല. ഐ ജസ്റ്റ് ഹാവ് വൺ ഹെഡിങ് ബിക്കോസ് ഐ ട്രൈ ടു കീപ് തിങ്സ് വെരി ഈസി ടു റിവൈസ്. അപ്പം ഐ തിങ്ക് ഹെഡിങ്സ് ഗെറ്റ് ഇൻ ദ വേ. അപ്പോൾ അനലിറ്റിക്കൽ പ്രൊപ്പോർഷൻ എന്താണെന്നുള്ളതിൻ്റെ അതിനകത്തുള്ള കീ പോയിൻറ്റ്സ് ഈ 3 എണ്ണം. നോ, ഐ നോ ദിസ് ഡസൻറ്റ് മേക്ക് സെൻസ് ബിക്കോസ് ഐ എം ജസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് മേക്കിംഗ് നോട്ട്സ്. ഇത് അങ്ങോട്ട് പോയി വരുമ്പോഴത്തേക്കും പല നോട്ടിൽ നിന്നുള്ള കണ്ട് ഐ വിൽ ഹാവ് ടു മൈഗ്രേറ്റ് ആൻഡ് along the way things will become more and more clear. Okay, well, I've created so far ഇങ്ങനെ ഇത്രയും സബ് കോൺസെപ്റ്റ്സ് ഉണ്ടാക്കി. ലെറ്റ് മീ ട്രൈ ഇഫ് വാട്ട് else is there. അപ്പം വെരിഫയബിലിറ്റി ക്രൈറ്റീരിയൻ, ദിസ് ഈസ് പാർട്ട് ഓഫ് ഈ വെരിഫിക്കേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് വരുന്നൊരിതാണ് ഒരു ക്രൈറ്റീരിയയാണ് വെരിഫിക്കേഷൻ. എന്താണ് വെരിഫിക്കേഷൻ ക്രൈറ്റീരിയ? Basically there is something called synthetic proposition. ഇതിൻ്റെ ഗ്രാഫ് എടുത്താലേ മനസ്സിലാകത്തുള്ളൂ, ഇത് ക്ലോസ് ചെയ്യണം. ഓക്കെ, there is something called I hate this. I always prefer this makes a lot for sense for me. കാരണം എൻ്റെ സെൻട്രൽ നോഡ് മാറുന്നില്ലല്ലോ, അതാകുമ്പോഴത്തേക്കും ദിസ് ഇസ് മോർ ഈസിയർ ടു വിഷ്വലൈസ് ആൻഡ് തിങ്ക്. ഓക്കെ, എന്താണ് വെരിഫിക്കേഷൻ പ്രിൻസിപ്പിൾ? ഇതെവിടെയാണ് എൻ്റെ വെരിഫിക്കേഷൻ പ്രിൻസിപ്പിൾ? വേറെ സെറ്റ് ഇവർ ആഡ് ചെയ്യണം. എങ്ങനെയാണ് ഈ കളർ കോഡൊക്കെ ചെയ്യണം, സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് നോഡ് ഐ എം സ്റ്റാൻഡിങ് ഓൺ. ദാറ്റ് ഇസ് മോർ ഈസിയർ. ഓക്കെ, വെരിഫിക്കേഷൻ പ്രിൻസിപ്പിൾ ഈസ് സംതിങ് വിച്ച് കണക്ട്സ് സിന്തറ്റിക് പ്രൊപ്പോസിഷൻസ് ആൻഡ് വിത്ത് ലോജിക്കൽ പോസിറ്റിവിസം. അങ്ങനെയാണ്. ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു അനലിറ്റിക്കൽ പ്രൊപ്പോസിഷൻസ്. കണ്ടോ, അതാണ് ഒരു ക്ലൂ. സോ വാട്ട് ഇസ് ഇറ്റ്? ഐ എം ട്രൈങ് ടു റീകളക്ട് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദ നോട്ട്സ്. സിംപ്ലി പുട്ട്, സിന്തറ്റിക് പ്രൊപ്പോർഷൻസിൻ്റെ പുറത്ത് വരുന്ന ഒരു ടെസ്റ്റ് കണ്ടീഷനാണത്. ഓക്കെ, അത് ഇറ്റ്സ് ഹൗ ക്യാൻ വി ടെൽ, ഇതാണ് എൻ്റെ കോർ. ഹൗ ക്യാൻ വി ടെൽ വെദർ when a synthetic proportion or one of which purports to be about the world is a, how can we tell when a synthetic proportion is significant? ഇതാണ് ഇതിൻ്റെ ക്രക്സ്. ഇതാണ്. അപ്പോൾ ഐ സപ്പോസ് എനിക്ക് ആഫ്റ്റർ ബ്ലോക്ക് റെഫറൻസസ് ഹാസ് ബീൻ ആഡഡ് ടു ഇറ്റ്, I can probably make more use of this. എനിക്ക് ഈ ഹെഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്താണ് വെരിഫൈഡ് ക്രൈറ്റീരിയ ഓഫ് മീനിങ്? ഇറ്റ്സ് എൻ ഉപാധി ഫോർ വാട്ട്? ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇഫ് എ സിന്തറ്റിക് പ്രൊപ്പോസിഷൻ ഇസ് സിഗ്നിഫിക്കൻ്റ് ഓർ നോട്ട്. ആൻഡ് വൈ ഈസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്? ദാറ്റ് ഈസ് ലൈക്ക് വൺ ഓഫ് ദ കോർ പ്രോബ്ലംസ് ദാറ്റ് solutions to which core problem to whose solution that logical positivists were able to put forth. അപ്പോൾ അങ്ങനെയാണ് ഈ സിന്തറ്റിക് പ്രൊപ്പോസിഷനും ലോജിക്കൽ പോസിറ്റിവിസവും തമ്മിലുള്ള ബന്ധം. അതാണ് അത്. നൗ ഐ ക്യാൻ ഹാവ് ദാറ്റ് ആസ് എ സെപ്പറേറ്റ് നോട്ട്. ലൈക്ക് how is the detail is that logical positivists solved the critical problem of finding if a synthetic proportion is ഇതാണ് എനിക്ക് അതായത് ദിസ് സെക്ഷൻ ഓഫ് ദ ഗ്രാഫ്. ലെറ്റ് മീ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് ഐ കൈൻഡ് ഓഫ് ഫൈൻഡ് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അങ്ങനെ ഒരു ഇൻസൈറ്റ് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. സോ ഐ എം ടേക്കിംഗ് എ സ്ക്രീൻഷോട്ട്. ഈ സെക്ഷൻ ഓഫ് ദ ഗ്രാഫിൻ്റെ മീനിങ് ഇതാണ്, ഇപ്പോൾ പറഞ്ഞ സാധനമാണ്. ഇതാ
And see, I wouldn't have arrived at this conclusion if it weren't for the graph view. And I wouldn't have അതും global graph view with these filters on. That wouldn't have been possible. Now, how will this help in my answer writing or my preparation or my understanding? Well, simply put, ഞാൻ ഇങ്ങനത്തെ കണക്ഷൻസ് ഇപ്പോൾ ഉണ്ടാക്കുന്ന കാരണം I am able to write simpler sentences, shorter sentences, which means that I'll save a lot of time during writing. അത് അതാണ് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഉണ്ടായ ഒരു ഗുണം. Let me pin this graph here and let's get back to work. Logical positives and MOC. അപ്പോൾ അഗൈൻ ഇതിനിങ്ങനെ വായിച്ചു വന്നതിന് ഇടയ്ക്കിടയ്ക്ക് ചില ഐഡിയാസ് വി വോണ്ട് ഹാവ് ആൻ ഐഡിയ, ഇത് എവിടെ കയറ്റണം എന്ന് സംശയം വരുന്ന കുറച്ച് ഐഡിയാസ് കാണും. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഐ ജസ്റ്റ് പുട്ട് എ സബ് ഹെഡിങ് ആൻഡ് പ്ലേസ് ഇറ്റ് ഹിയർ. ദി എൻഡ് ഗോൾ ഈസ് ഇതിനകത്ത് കിടക്കുന്ന കണ്ടൻറ്റ് മൊത്തം ഐ എം ഗോയിങ് ടു ടേൺ ഇറ്റ് ഇൻ ടു അറ്റോമിക് നോട്ട്സ് ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു കണക്ട് ഇറ്റ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അണ്ടർലൈങ് ലോജിക് ഇസ് ദാറ്റ് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഐ ആം ആക്റ്റീവ്ലി ഡൂയിങ് ദാറ്റ് ദ പ്രോസസ് ഓഫ് സ്റ്റഡി. നമ്മൾ ബുക്ക് ചെയ്യുന്ന പേപ്പർ വായിച്ചിട്ട് ബുക്ക് ചെയ്യുന്ന പേപ്പറിൽ നോട്ട് എഴുതിയിട്ട് നമ്മൾ കുത്തി വരച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ഇതേ സാധനം തന്നെയാണ് തലയ്ക്കകത്ത് നടക്കുന്നത്. പക്ഷേ വെൻ ഐ എം ഡൂയിങ് ഇറ്റ് ലൈക്ക് ദിസ് ഐ എം making it active and I am making it visible, and the level of engagement with the content is manifold. Okay, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിപ്പോ and I have a lot to finish here. I won't be doing it in one go because I have to take gaps in between. അപ്പം ഇത് ഇത്രയും തന്നെ കണ്ടന്റ് ഉണ്ടാക്കാൻ it took me I think 45 minutes 50 minutes, and 50 minutes of philosophy, especially a topic which I hadn't touched in a long while, it's like that's a lot of brain drain. Won't be able to do it in one go. Okay, I'll say one more thing and I'll end this live stream. Now, how do I revise? Now, revision is very simple. ഞാൻ നോട്ട്സ് എടുത്തതിന് ശേഷം I'll turn everything into preview mode, and I'll go to the MOC and I'll scan across the content. Okay, I'll scan across the content and I'll try to remember what are the arguments and what are the ideas which are being articulated under each heading. That should be possible. ആദ്യമൊക്കെ ചിലപ്പോൾ മറന്നു പോയാൽ പറ്റിയെന്നിരിക്കത്തില്ല. പക്ഷേ അങ്ങനെ മറവി ഉണ്ടെങ്കിൽ I'll refer to these. ഞാൻ ലോജിക്കൽ പോസിറ്റിവിസം ഏതെങ്കിലും ഒരിടത്ത് തുടങ്ങണമല്ലോ. ഞാൻ അതിൽ പ്ലേസ് മൈ ഇവിടെ പോയിട്ട് ആൻഡ് ഐ ഫൈൻഡ് ദ നോഡ്, ആൻഡ് ഇതൊക്കെ ഒബ്സിഡിയൻ കുറച്ച് മാറ്റിയിട്ടിരിക്കുന്നു. ഓക്കെ, ഐ ഫൈൻഡ് ദ നോഡ് ആൻഡ് ഐ ട്രൈ ടു ആർട്ടിക്കുലേറ്റ് വാട്ട് ലോജിക്കൽ പോസിറ്റിവിസം ഇസ്. എന്താണെന്ന് ഓർക്കാൻ നോക്കും. ഓർമ്മയില്ലെങ്കിൽ ഞാൻ ഈ പൊസിഷനിൽ ഞാൻ ഗ്രാഫി വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇത് സബ് നോട്ട്സ് ഇതിപ്പം വയ്ക്കുമ്പോഴത്തേക്കും 1 2 3 4 5 ഇൻ എ വേ this view serves as the graphical outline അല്ലേ. What is logical positivism എന്ന് പറഞ്ഞാൽ it has something to do with metaphysics. Let's zoom in a little. It has something to do with metaphysics. It has something to do with transcendental experience. It has something to do with analytical and synthetic proposition. വിയന്ന സർക്കിൾ എന്താണ്, ഫങ്ഷൻസ് ഓഫ് ഫിലോസഫി, ലോജിക് പോസിറ്റീവ് തമ്മിലുള്ള ബന്ധം എന്താണ്, വെരിഫിക്കേഷൻ പ്രിൻസിപ്പിൾസ് ആണ്. ഇതാണ് കണക്ഷൻസ് ഉള്ളത്. ഈ കണക്ഷൻസ് ബേസ് ചെയ്ത് ഐ ട്രൈ ടു ആർട്ടിക്കുലേറ്റ് ഇൻ മൈ ഓൺ വേർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഉറച്ച് പറഞ്ഞ് നോക്കും, അല്ലെങ്കിൽ ഞാൻ എഴുതാൻ നോക്കും ഈ കണക്ഷൻസ് ബേസ് ചെയ്ത്. കിട്ടിയില്ലെങ്കിൽ മാത്രം ഞാനിത് വായിച്ച് നോക്കും. അങ്ങനെയാണ് ഞാൻ റിവൈസ് ചെയ്യുന്നത്.